പ്രോഫ്കോൺ. ഈ വാക്കുകൾ അത്രമേൽ അന്വർത്ഥമാണിന്ന്, അത്രമേൽ ആവേശഭരിതമാണ്. കലാലയങ്ങളിൽ നിന്നും കൂട്ടുകാർ പ്രവഹിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ അണമുറിയാത്ത പ്രവാഹം ചിന്തിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിൻ്റെതാണ്. അത്യാകർഷകമായി അറിവിൽ വിളങ്ങുന്നു പ്രോഫ്കോൺ നഗരി. നാടിൻ്റെ പ്രസരിപ്പാണ് വിദ്യാർത്ഥി യുവജനങ്ങൾ. അവരെ വളർത്തുക സമൂഹത്തിൻ്റെ കടമയാണ്. അവരെ കൂടെ നിർത്തേണ്ടതും അവരിൽ നോട്ടമുറപ്പിക്കേണ്ടതുമാണ് രക്ഷാകർതൃത്വം. വിദ്യാർത്ഥിത്വം അവസരമാണ്, നാം സമർത്ഥമായി പ്രയോജനപ്പെടുത്തുക. വിദ്യാർത്ഥിത്വം സ്വപ്നമാണ്, സാക്ഷാത്കരിക്കുക. വിദ്യാർത്ഥിത്വം വെല്ലുവിളിയാണ്, ഏറ്റെടുക്കുക. വിദ്യാർത്ഥിത്വം കടമയാണ്, പൂർത്തീകരിക്കുക. വിദ്യാർത്ഥിത്വം മത്സരമാണ്, അഭിമുഖീകരിക്കുക. വിദ്യാർത്ഥിത്വം വാഗ്ദാനമാണ്, പാലിക്കുക. വിദ്യാർത്ഥിത്വം ചിലപ്പോഴെങ്കിലും കഷ്ടപ്പാടാണ്, അതിജീവിക്കുക. വിദ്യാർത്ഥിത്വം അമൂല്യമാണ്, നശിപ്പിക്കാതിരിക്കുക. നേരിനെ പരിപോഷിപ്പിക്കുക, തിരിച്ചറിവിനെ ചൂണ്ടിക്കാണിക്കുക. ജീവിതത്തിൻ്റെ വേരാണ് വിദ്യാർത്ഥിത്വം. അതിന് ആരോഗ്യം വേണം, ആഴം വേണം. ജീവിതം മധുരമുള്ളതാക്കാൻ, സമൂഹത്തിനും നാടിനും നന്മയാകാൻ കൗമാരത്തെ അല്ലെങ്കിൽ യുവത്വത്തെ നല്ലപോലെ പരിപാലിക്കുക. പലപ്പോഴും കലക്കിത്തിമർത്ത് പൊളിച്ചടക്കാൻ മാത്രം ആഡംബരത്തിലും ആഘോഷത്തിലും ഒതുങ്ങാൻ യുവജനങ്ങൾ താൽപ്പര്യപ്പെടുന്നു. വിദ്യാർത്ഥിത്വം എന്ന നിധിയെ പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല. ലോകത്തെ മാറ്റിമറിച്ചവരിൽ അധികവും അവരുടെ യുവത്വത്തിലായിരുന്നു, വിദ്യാർത്ഥി കാലഘട്ടത്തിലായിരുന്നു. കഴിവുകളുടെ, സിദ്ധികളുടെ കേദാരമാണ് വിദ്യാർത്ഥിനികൾ. ലോകത്തിൻ്റെ പ്രകാശമാകാൻ വിദ്യാർത്ഥി യുവജനങ്ങൾക്കാവണം. 7 വേദികളിലായി, ബഹുഭാഷകളിലായി ജ്ഞാനത്തിൻ്റെ ഉൾത്തലങ്ങൾ തൊടുന്ന ഈ അറിവിൻ്റെ നഗരിയിൽ ഇനിയും എത്തിപ്പെടാത്തവർ കടന്നുവരിക. വേഗമാകട്ടെ. തിരിച്ചറിവിൻ്റെ ഉൾക്കരുത്തുമായി, ആദർശത്തിൻ്റെ സുഹൃതവുമായി തിരിച്ചുപോകാം. പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ്, പ്രോഫ്കോൺ.